ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ പൾസർ 220 നമ്മൾ റീസ്റ്റോർ ചെയ്യുന്ന വീഡിയോ ഒരു സീരീസ് പോലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 വീഡിയോ എന്തോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇതിൻ്റെ ഒരു വീഡിയോ അപ്ഡേഷൻ ഞാൻ തന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇത്രയ്ക്കൊക്കെ എത്തി നിൽക്കുകയാണ് നമ്മുടെ ബൈക്ക്. അപ്പോൾ കുറേ ചേഞ്ചസ് ഇപ്പോൾ വരുത്തിയിട്ടുണ്ട്. ഇനിയിപ്പം ചെറിയ കുറച്ച് ചേഞ്ചസ് കൂടെ വരുത്താനുണ്ട്. സോ അതിൽ മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 2020-21 തീമിലേക്കാണ് ബൈക്ക് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് വരുന്നത് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഹാൻഡിലിൻ്റെ അപ്പർ ട്രീ നമുക്ക് ബ്ലാക്ക് കളറിലോട്ടാക്കണം, ഈ ഒരു പോർഷനും. അപ്പോൾ അതൊന്ന് ബ്ലാക്ക് ചെയ്യണം. പിന്നെ ഒരു ടാങ്ക് ഗാർഡുണ്ട്, സോ അതുകൂടെ നമുക്കൊന്ന് ഫിക്സ് ചെയ്യണം. അങ്ങനെയുള്ള ചെറിയ പെയിൻറ്റിങ്ങും പരിപാടികളും സ്പ്രേ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ എല്ലാം ചെയ്യുന്നത് പെയിൻറ്റിങ്. അപ്പോൾ ഇവിടെ എല്ലാം ഒന്ന് സർഫസൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വിടുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് പൊട്ടി ഇളകി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പെയിൻറ്റിങ്ങിന് വേണ്ടി നമ്മളുടെ ഈ ഒരു ഹാൻഡിൽ ബാറും അതിൻ്റെ ക്ലാമ്പും എല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് റിമൂവ് ചെയ്ത് ഇവിടെ എല്ലാം ഒന്ന് മാസ്ക് ചെയ്ത് ബാക്കി പേപ്പറൊക്കെ വെച്ച് ബോഡിയിലോട്ട് പെയിൻ്റൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ബാക്കി നമുക്ക് പെയിൻറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ പെയിൻറ്റിങ്ങും മറ്റു പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതൊക്കെ റിമൂവ് ചെയ്തിട്ട് നമ്മുടെ ഹാൻഡിലും ബാറും ഒക്കെ നമുക്ക് പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്യണം. ഇതാണ് നമ്മളിന്ന് കംപ്ലീറ്റ് ചെയ്ത പെയിൻറ്റിങ്. ഇതിപ്പം പേപ്പറാണിത്. നമ്മൾ പെയിൻറ്റ് ചെയ്ത് വെച്ചപ്പോഴത്തേക്ക് ഇതിൻ്റെ സൈഡിൽ കുറച്ച് പേപ്പറൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. ഇപ്പോൾ ഒന്ന് ഉണങ്ങി 2 ദിവസം കഴിഞ്ഞിട്ട് മാത്രമായിരിക്കും അതിൻ്റെ ക്ലീനിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ ചെറിയൊരു പെയിൻറ്റിങ് വർക്ക് കൂടെ അത് ഇവിടെ നിന്ന് തീർക്കാനുണ്ട്. അപ്പം ഓൾമോസ്റ്റ് പെയിൻറ്റിങ് നമ്മുടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അലോയുടെ ചെറിയ ചിപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് തീർക്കാനുണ്ട്. സൈലൻസറിൻ്റെ വർക്ക് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ടാങ്ക് പാഡ് ഇതാണ്. ഇത് ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ എന്തോ വാങ്ങിച്ചാണ്. ഇത് നമ്മുടെ സ്റ്റോക്ക് പാഡ് പോലെ തന്നെയാണ് ഇരിക്കുന്നത്, പക്ഷേ സ്റ്റോക്കല്ല. അതുപോലെ തന്നെ വേറൊരു കാര്യങ്ങളും നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ബ്രേക്കിൻ്റെ ലൈനാണ്. ഇതൊരു 140 mm ബ്രേക്ക് ലൈനാണ്. കുറച്ച് എക്സ്ട്രാ ലെങ്ത് ഇതിനുണ്ട്. അതുകൊണ്ട് ഈ ഒരു വഴിയിൽ കൂടെയൊക്കെയാണ് റൂട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ സംഭവം ഇതാണ്. ഇത് നമുക്ക് ആഫ്റ്റർ മാർക്കറ്റൊക്കെ കിട്ടുന്ന ഒരു പാർട്ടാണ്. ഒരു ഭംഗി അതി കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഓൾറെഡി നമ്മുടെ ആ ഒരു ബ്രേക്ക് ലൈൻ കുറച്ച് കവറിങ് എല്ലാം പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബൈക്കിൻ്റെ പുതിയ തീമിനോട് മാച്ച് ആകുന്ന തരത്തിലുള്ള ഒരു കളർ ഫുള്ളായിട്ടുള്ളൊരു ലൈൻ അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അല്ല അത് വലിയ പെർഫോമൻസ് അപ്ഗ്രേഡൊന്നുമല്ല. അത്യാവശ്യം കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇത് ഫിക്സ് ചെയ്ത് ഞാൻ ഓൾമോസ്റ്റ് ഒരു
1 മന്തിന് മുകളിലായിട്ട് റൈഡ് ചെയ്യുന്നുണ്ട്. മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ ഇത് ഫിക്സ് ചെയ്തതിന് ശേഷം എനിക്കൊരു ബ്രേക്ക് പെഡൽ ഇത്തിരി ലോ ആയിട്ട് തോന്നുന്നുണ്ട് സ്റ്റോക്കിൽ നിന്നും. സോ സ്റ്റോക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇത് പോലുള്ള ലൈനുകൾ ഫിക്സ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് അല്ല എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. പക്ഷേ എനിക്ക് അതൊരു കുറച്ച് ലോ ഫീലിലാണ് ബ്രേക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. പക്ഷേ ബ്രേക്കിംഗ് എല്ലാം ഓക്കെയാണ്. പക്ഷേ ആ ഒരു പെഡലിൻ്റെ കാര്യത്തിൽ എനിക്ക് അത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല ഇത് ഫിക്സ് ചെയ്തിട്ട്. പക്ഷേ കാഴ്ചയിലെല്ലാം ഓക്കെയാണ്, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മുടെ ബൈക്കിൻ്റെ റെഡ് തീമിനോട്, ബ്ലാക്ക് റെഡ് തീമിനോട് മാച്ച് ആകുന്ന തരത്തിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റിക്കറിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ടാങ്ക് സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. നോർമലി നമുക്കിത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പൾസറിൽ വരുന്നത്. പക്ഷേ ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്ത കാര്യം, എന്തെങ്കിലും ലഗേജോ എന്തായാലും വെക്കുകയാണെങ്കിൽ ഈ ഒരു പോർഷനാണ് കൂടുതലായിട്ട് സ്ക്രാച്ച് വരാനുള്ള സാധ്യത. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടാണ് പ്ലേസ് ചെയ്യുന്നത് കൂടുതലായിട്ട്. അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ ചെയ്തത്. എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല ഈ ഒരു ടാങ്ക് പാഡിൽ. പക്ഷേ ജസ്റ്റ് സ്റ്റിക്ക് ചെയ്തു, ഹീറ്റ് ചെയ്താണ് സ്റ്റിക്ക് ചെയ്തത്. അതുകൊണ്ട് പെട്ടെന്നൊന്നും പൊളിഞ്ഞു വരും തോന്നുന്നില്ല. അപ്പോൾ ഈ പൾസറിൻ്റെ ലോഗോ നമ്മൾ ആമസോണിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. ആമസോണാണോ ഫ്ലിപ്കാർട്ടാണോ എനിക്ക് കൃത്യമായിട്ടൊരു ഓർമ്മ കിട്ടുന്നില്ല. സോ ഇത് ഓൺലൈൻ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് ജെനുവിൻ ലോഗോ അല്ല. ഇതിൻ്റെ എൻഡിലൊക്കെ ചെറിയൊരു ഇളക്കമുണ്ട്. അപ്പം പെയിൻറ്റിങ്ങും കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് നമ്മൾ തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി അപ്ഡേറ്റ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്തു എന്നുള്ള ഒരു കാര്യങ്ങളെല്ലാം കൂടെ സെപ്പറേറ്റായിട്ട് ഞാൻ വീഡിയോ ചെയ്യാം. അപ്പോൾ അതുവരെ സീ യു, ടേക്ക് കെയർ, ബൈ ബൈ.